ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മൾ ആദ്യത്തെ കാര്യം മെമ്പർഷിപ്സിലേക്ക് നിങ്ങൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഞാൻ ഒരു സെപ്പറേറ്റ് റീഡിങ് അതിലിട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാം. അത് ജനറൽ റീഡിംഗ് ഉണ്ട്, കരിയർ ഉണ്ട്, അതിൽ റിലേഷൻഷിപ്പും പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാത്തിനും കൂടി ഒരു ഓവറോൾ എനർജി എന്ന രീതിയിൽ സ്പെഷ്യൽ വീഡിയോ അതിലിട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ചെണ്ണം കൂടി സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്കത് കുറച്ചുകൂടി, അതായത് നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ, ഓക്കെ, നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള റീഡിങ്സ് ആയിട്ട് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സെൽഫ് ലവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയാനുള്ള ഒരു പ്ലാനിലാണ്. സോ അത് പക്ഷേ ഞാൻ വീക്ക്ലി ഒരു 2 വീഡിയോ അറ്റ്ലീസ്റ്റ് എന്തായാലും പ്ലാൻ അങ്ങനെയാണ്. പിന്നെ കുറച്ച് അഫർമേഷൻസ്, മാനിഫെസ്റ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അതിൽ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, കാണാം. ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾക്കൊരു ബെനിഫിറ്റ് കിട്ടും. പേഴ്സണൽ റീഡിങ് എടുക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് കുറച്ചുകൂടി ഞാനുമായിട്ട് കണക്ട് ചെയ്യാനും, അതിൽ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് കുറവായിരിക്കും. സോ അത്രയും ആൾക്കാരുടെ എനർജി പിക്ക് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് കുറച്ചുകൂടി അത് മാച്ചായിട്ട് വരും. അതൊക്കെയാണ് ഉദ്ദേശം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഇനി സൂപ്പർ ചാറ്റ്സോ അല്ലെങ്കിൽ സൂപ്പർ ചാറ്റില്ല, എന്തായാലും പറയാം, ലൈവ് റീഡിങ് അങ്ങനത്തെ അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോലെയും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് കൂടി കൊണ്ടുവരും ഞാൻ. താല്പര്യമുള്ളവർ, എനിക്ക് ഞാൻ വെറുതെ പറയില്ല, ഇതിപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഞാനൊന്ന് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യൂ. ഓക്കെ, ഐ ഹോപ്പ് നമുക്ക് കുറച്ചുകൂടി കണക്ട് ആവാനുള്ളൊരു അവസരം കിട്ടും. ഇന്നത്തെ റീഡിങ്, ജനറൽ റീഡിങ് എടുക്കുന്നത് ആക്ച്വലി ഞാൻ ഒരു പേഴ്സണൽ മെസ്സേജ് വന്നതാണ്. ബുക്ക് ഓഫ് ആൻസേഴ്സ് എന്ന് എടുക്കുമെന്ന് പറഞ്ഞിട്ട്. ബുക്ക് ഓഫ് ആൻസേഴ്സ് എല്ലാം ഞാനിത് മീൻസ് ഓൾമോസ്റ്റ് ബുക്ക് ഓഫ് ആൻസേഴ്സ് പോലെയുള്ള ഒരു ബുക്ക് തന്നെയാണ്. അതിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്തായാലും സോ റീഡിങ് സജസ്റ്റ് ചെയ്ത ആൾക്ക് ഒരു താങ്ക് യു. എന്തായാലും കുറേ ദിവസമായി ഞാനത് എടുത്തിട്ട്, സോ ഇന്ന് എടുത്തേക്കാം. ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ജനറൽ റീഡിങ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആൻസർ നമുക്ക് കിട്ടുമോ നോക്കാം. ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്ന് നോക്കാം, അതിൻ്റെ ഗൈഡൻസ് ആയിട്ട് നോക്കാം. ആൻഡ് ബുക്ക് ഓഫ് ആൻസേഴ്സിന് നമുക്ക് ഗൈഡൻസും എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, സ്പേസ് ഉണ്ടാക്കിയത്. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ എന്താണ്, നിങ്ങളുടെ പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങളുടെ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണ് എന്ന് നോക്കാം. ആൻഡ് നമുക്ക് ഗൈഡൻസ് ആയിട്ട് ചെക്ക് ചെയ്യാം. ഇതെന്തും വരാം, ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, ലവേഴ്സ് കാർഡാണ്. 6 of swords, 5 of swords, നേരത്തെ ഒന്ന് ഇടയിൽ ചാടിയതായിരുന്നു. ഓക്കെ, ഫൈൻ. ഐ തിങ്ക് ഇവിടെ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഐ തിങ്ക് ഇത് ഞാൻ എൻ്റെ മറ്റേ സ്പെഷ്യൽ റീഡിങ്ങിൽ ഇട്ടതിലും യെസ്, ഓൾമോസ്റ്റ് സിമിലർ എനർജിയാണ് വന്നതിൽ. ഏസ് ഓഫ് സോർഡ്സ്. ഓക്കെ, എന്തായാലും ഇവിടെ എനിക്ക് കാണുന്നത് ഒരു വാക്കിംഗ് അവേ ആണ്, ഒരു വിട്ടുമാറിപ്പോവല്. ഇത് നിങ്ങൾ ഈ ഒരു കാര്യം ആലോചിക്കുന്നുണ്ടാവാം, നിങ്ങൾ എന്തോ വിട്ടു പോകണോ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഇവിടെ നിൽക്കണോ വേണ്ടേ, പോകണോ വേണോ, അങ്ങനെ ഒരു ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിൽ. പക്ഷേ 8 of cups, വാക്കിംഗ് അവേ, ആക്ച്വലി നിങ്ങൾക്ക് റിസൾട്ടിലാണ് ഒരുവിധം ഔട്ട്കം പോലെയാണ് വന്നിട്ടുള്ളത്. ഹിഡൻ എനർജി. മേ ബി നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ആയിരിക്കാം, ഓർ മേ ബി നിങ്ങളുടെ ലൈക്ക് ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയതായിരിക്കാം, ഓർ നിങ്ങൾ വിട്ടുകളയണോ എന്ന് ചിന്തിക്കുന്നതായിരിക്കാം. റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് കൂടുതലും കാണുന്നത്. ബട്ട് ഈവൻ അതർവൈസ് അല്ല എന്നുണ്ടെങ്കിലും മേ ബി നിങ്ങളുടെ ഒരു ഫ്രണ്ട്, നിങ്ങളെ അറിയുന്ന ആരെങ്കിലും, ഓക്കെ, അവരാരെങ്കിലും നിങ്ങളുടെ അടുത്ത് മാറിപ്പോയി, അങ്ങനത്തെ കാര്യമാവാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വിട്ടു പോകണോ, ജോലി വിട്ടു മാറണോ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകണോ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നിന്ന് മാറണോ, സ്ഥലം മാറണോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് എനിക്ക് കാണുന്നത്. പല കാര്യങ്ങളായിരിക്കാം. സോ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഇവിടെ കൺഫ്യൂഷൻ അഗെയിൻ കാണുന്നുണ്ട്. ലവേഴ്സ് എനർജിയാണ്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഒരു ചോയ്സ്, ഒരു നമ്മൾ പറയില്ല ഡിസിഷൻ, എന്ത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ. അതാണ് ഇവിടെ നിങ്ങളുടെ ഏറ്റവും മെയിൻ ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് കാണുന്നത്. നിങ്ങൾ എന്ത് ചൂസ് ചെയ്യണം, ഇവിടെ നിൽക്കണോ വേണ്ടേ, അല്ലെങ്കിൽ ഞാൻ മാറണോ വേണ്ടേ, ജോലി വിട്ട് മാറണോ, വേറെ എന്തെങ്കിലും ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിലാണെങ്കിൽ റിലേഷൻഷിപ്പ് വിട്ട് മാറിപ്പോണോ, അത് നല്ലതായിരിക്കുമല്ലേ. ദെൻ ജോലിയാണെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലതല്ലാത്തത് അത് വിട്ടു മാറിപ്പോണോ എന്ന രീതിക്ക് ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നല്ലോണം കൺഫ്യൂഷൻ കാണുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ചോയ്സ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ചോയ്സിൻ്റെ സമയമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു ചോയ്സ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ചില പാസ്റ്റിൽ ചില വേദനകൾ വന്നിട്ടുണ്ട്. പാസ്റ്റ് എന്ന് മാത്രമല്ല ചില കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്കൊരു
സിറ്റുവേഷൻസ് നിങ്ങളെ വേദനിപ്പിക്കുന്ന സിറ്റുവേഷനിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നതും. ഓക്കെ, മേ ബി അവിടെ ചീറ്റിംഗ് ഉണ്ടാവാം, പാസ്റ്റിൽ ചീറ്റിങ്സ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. എനിക്ക് ഈഗോ ക്ലാഷസ്, കോൺഫ്ലിക്റ്റ്, ആരോടെങ്കിലും അനാവശ്യം, മേ ബി ജോലി സ്ഥലത്ത് ചിലപ്പോൾ അനാവശ്യമായ തർക്കങ്ങളായിരിക്കാം, അങ്ങനെയാവാം. അല്ലെങ്കിൽ ആരെങ്കിലും കോമ്പറ്റീഷൻ പോലെ എന്തെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന തരത്തിൽ. ഓക്കെ, അതായത് നിങ്ങളുടെ മേലെ പ്രൊമോഷൻ കിട്ടാനോ, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാതെ അവർ തട്ടിയെടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ബോസിന് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ മോശമായിട്ട് പറയുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ. വേറെ എന്തൊക്കെയാ പറയുക, ഫാമിലിയിലാണെങ്കിലും ശരി. ഓക്കെ, മേ ബി നിങ്ങളെ ആരെങ്കിലും എന്താ പറയുക, വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ ആരോ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ ആരോ പിന്നിൽ നിന്ന് ഒരു കളിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക്. റിലേഷൻഷിപ്പ് ആയാലും ശരി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തോ മറക്കുന്നുണ്ടോ, ഒരു ട്രസ്റ്റ് ഇല്ല അവിടെ. പക്ഷേ മെയിനായിട്ട് ട്രസ്റ്റ് പോയി. അതാണ് ഇവിടെ. ഏത് സിറ്റുവേഷൻ ആയാലും ശരി, ജോലി സ്ഥലത്തായാലും ശരി, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവിടെ എന്തോ ശരിയല്ല, ട്രസ്റ്റ് ഇല്ല നിങ്ങൾക്ക് അവിടെ. നിങ്ങളുടെ കൊളീഗ്സിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇല്ല, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ ട്രസ്റ്റ് ഇല്ല, അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ഡൗട്ട്, അല്ലെങ്കിൽ ഫാമിലിയിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈവൻ റിലേഷൻഷിപ്പ് ആയാലും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഉണ്ടോ എന്ന്, സ്പെഷ്യലി ഇത് നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ട്. ട്രസ്റ്റ് പോയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്, ട്രസ്റ്റ് പോയതായിട്ട് കാണുന്നുണ്ട്, വളരെയധികം കോൺഫ്ലിക്റ്റ് നടന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക്. നിങ്ങളെ ആരും ഒരു തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ജോലി സ്ഥലത്താണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളെ നിങ്ങൾ തോൽക്കുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യണോ എന്ന് ചിന്തിക്കുകയാണ്. ഇവിടെ ഞാൻ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ, ഞാനിവിടെ ഇനിയും ജോലി സ്ഥലത്തായാലും ഞാനിവിടെ എത്ര പിടിച്ചു നിൽക്കും, എത്ര ചെയ്തിട്ടും എനിക്ക് മറ്റുള്ളവർ എന്നെ പുറകുന്ന് കുത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, എൻ്റെ നിന്ന് പലതും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ, അതാണ് ഇവിടെ മെയിൻ പോയിന്റ്. ഓക്കെ, ഐ തിങ്ക് ഇത് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിരിക്കും, നിങ്ങൾക്ക് മാച്ചായിട്ട് ആലോചിക്കാം. ബട്ട് ഇവിടെ ആക്ച്വലി നിങ്ങളോട് പറയുന്ന ഒരു മൂവ് ഓൺ തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, കാരണം 6 ഓഫ് സോർട്സ് നമ്മളെ പാസ്റ്റിൽ ഈ നമ്മുടെ വേദനകൾ അല്ലെങ്കിൽ ലൈഫിൽ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളെ വിട്ടുകളഞ്ഞ് നമ്മൾ പുറകിൽ ഉപേക്ഷിച്ച് പോവുക എന്ന രീതിക്കാണ്. 8 ഓഫ് കപ്സും അതേ കാര്യമാണ്. ഇത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. നിങ്ങളോട് പറയുന്നത് എന്തോ വിട്ടുമാറി പോകാനാണ് പറയുന്നത്. ഒരു പീസ് തേടി പോവുക എന്ന രീതിക്ക്. ഓക്കെ, പുറകിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഇവിടെ കാര്യമില്ല എന്നാണ് കാണുന്നത്. ഇവിടെ ഒരു വ്യക്തി ഉണ്ട്, നിങ്ങൾക്ക് കാർഡ് ക്ലിയർ ആയിരിക്കില്ല. ഇതിലൊരു വ്യക്തി ഇവിടെ അങ്ങനെ ദൂരെ നടന്നു പോകുന്നുണ്ട്. ഒരു വ്യക്തി ഇവിടെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഒരു വ്യക്തി വിട്ടു പോകുന്നുണ്ട്. നിങ്ങൾ ഫൈറ്റ് ചെയ്യണോ അതോ വിട്ടുപോകണോ, ഇതിൽ രണ്ടിലിപ്പം നിങ്ങൾ ഏതാണ് വേണ്ടത് എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലെ കൺഫ്യൂഷൻ. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇതിൽ നിന്ന് മാറിപ്പോകുന്നതാണ് നല്ലത് എന്നാണ്. ഓക്കെ, പിന്നിൽ ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ. അത് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ആലോചിക്കാം. നിങ്ങളോട് പറയുന്നത് ഇത് പിന്നിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഓക്കെ, ചിലത് നഷ്ടപ്പെടും, ശരിയാണ്. ഓക്കെ, ചിലത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, പക്ഷെ അത് നല്ല ഇനാണ്. ഓക്കെ, കാരണം അതിനെ നമ്മളൊന്ന് ഫർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക, ഫർഗീവ് ചെയ്ത് വിടാം. ഇനി ഇവിടെ ഫൈറ്റ് ചെയ്തിട്ട് എനിക്ക് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ നിർത്തി എന്ന രീതിക്ക് പറയാം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ട്രസ്റ്റ് ഇല്ലാതെ നിങ്ങൾ എത്ര പിടിച്ച് നിൽക്കും, അല്ലേ, എത്ര നിങ്ങളെ ചതിക്കുന്നു, ചീറ്റ് ചെയ്യുന്നു. ഈവൻ നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ, നിങ്ങളുടെ ഓഫീസിലും മേ ബി നിങ്ങളെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിക്കുക, ഇവിടെ അത്ര സ്ട്രോങ് എനർജി അല്ല വന്നത്. ബട്ട് എന്തോ നിങ്ങൾക്കൊരു ചീറ്റിങ് ട്രസ്റ്റ് പോയതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ ആരെങ്കിലും നിങ്ങളെ ഒരു കോമ്പറ്റീഷനായിട്ട് നിങ്ങളെ താഴ്ത്താൻ ശ്രമിക്കുന്നു, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എന്തെങ്കിലും ഇവിടെ ആക്ച്വലി ഈവൻ ഫ്രോഡ് എന്ന രീതിക്ക് പറയാം. മേ ബി ആരെങ്കിലും നിങ്ങളെ ചതിച്ച് എന്തെങ്കിലും സൈൻ ചെയ്ത് വാങ്ങുക, അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഓക്കെ, സോ ഡോക്യുമെന്റ്സ് എടുത്ത് മാറ്റാം നിങ്ങളുടെ മേലെ കുറ്റം വരാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ എന്തൊക്കെ പലതരത്തിലായിരിക്കും ഓരോരുത്തർക്ക് ഓരോന്ന്. സോ ഇവിടെ സിറ്റുവേഷൻ പക്ഷേ വിട്ടുമാറി ഞങ്ങളോട് പോകാനുള്ള ഒരു അഡ്വൈസാണ് കാണുന്നത്. നിങ്ങൾ മുന്നോട്ട് ഇത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പീസ് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കത് വിഷമം ഉണ്ടാക്കും. ഓക്കെ, ഒരല്പം വിഷമം തോന്നും, പക്ഷെ അത് പോയിക്കഴിഞ്ഞാൽ, നിങ്ങൾ മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സമാധാനം, പീസും നിങ്ങൾക്ക് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നതായിട്ടാണ് ഞാൻ അതുകൊണ്ടാണ് ഇത് മാറ്റി വെച്ചത് ലാസ്റ്റ് പറയാൻ. കാരണം നിങ്ങളിത് മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടൊരു ലൈഫ് ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇതിൽ തന്നെ നിങ്ങൾ എത്രത്തോളം പെട്ട് നിൽക്കുന്നോ അത്രത്തോളം നിങ്ങൾ ആ ഒരു മനസ്സ് നിങ്ങളെ കലങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇതിനെ വിട്ട് കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് അതാ പറയുന്നത്. നിങ്ങൾക്കുള്ള അഡ്വൈസ് ഇതാണ്, മൂവ് ഓൺ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്, വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റെബിലിറ്റിയാണ്, സ്റ്റേബിൾ ലൈഫാണ്, ഒരു ഫാമിലിയാണ്, ഹാപ്പിനെസ് ആണ്, സന്തോഷമാണ്. ജോലി, നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ ആ
മുന്നോട്ട് പോകുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് വേറെ നല്ലത് എന്തോ വരാനുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഫാമിലിയിൽ നിങ്ങൾക്കൊരു മാരേജ് വരാൻ പോകുന്നുണ്ട്. മാരേജ് ആവാം, കരിയറിൽ സക്സസ് ആവാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ സക്സസ് ആവാം, അല്ലെങ്കിൽ ഒരു നമ്മൾ തന്നെ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് ഫീൽ ചെയ്യാം. ഓക്കെ, ഒരു സമാധാനം ഫീൽ ചെയ്യാം കേട്ടോ. നമ്മളൊരു ഓക്കെ ഇപ്പോൾ ഇനി ഒരുപാട് മനസ്സൊക്കെ ചഞ്ചലപ്പെടാതെ ഓക്കെ ഒന്ന് ശാന്തമായിട്ട് എനിക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്, എൻ്റെ ലൈഫ് ഇപ്പോൾ ഒന്ന് ഓക്കെ ആണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന് പക്ഷേ അഡ്വൈസ് പറയുന്നത് നിങ്ങളോട് ഇവിടുന്ന് എടുത്ത് മാറിപ്പോവാൻ തന്നെയാണ്. ഓക്കെ, ഇതെന്തോ നിങ്ങൾ വിട്ട് കളയാനുണ്ട്, പക്ഷേ ആ ചോയ്സ് നിങ്ങളുടെ തന്നെയാണ്. ഓക്കെ, ഞാനിവിടെ കാർഡ് കാണുന്നത് ഞാൻ പറയുന്നു, ബട്ട് നിങ്ങളുടെ ചോയ്സ് നിങ്ങൾ ആലോചിക്കാം. നിങ്ങൾ വീണ്ടും അവിടെ ശ്രമിക്കണോ, ഒരിക്കൽ കൂടി ശ്രമിക്കണോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കുക. അങ്ങനെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, ഇഫ് സപ്പോസ് ഈ ഒരു ചോയ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇവിടെ ആ ഒരു തീരുമാനമെടുക്കാൻ, ആ തീരുമാനം നിങ്ങളിപ്പോൾ സപ്പോസ് ഇല്ല ഞാനിവിടെ വിട്ടു പോകുന്നില്ല, ഞാൻ നിൽക്കാം എന്ന രീതിക്ക് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ കെയർഫുൾ ആയിട്ടിരിക്കുക, ഒന്നാമത്തെ കാര്യം. ഓക്കെ, എല്ലാം അവെയർ ആയിട്ടിരിക്കുക, നിങ്ങളെ തന്നെ സൂക്ഷിച്ച് നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് നിങ്ങൾക്ക് മേ ബി പീസ് വരും എന്ന രീതി കാണുന്നുണ്ട്. ബട്ട് നിന്നാലല്ല, എനിക്ക് ആക്ച്വലി എല്ലാം വിട്ടുപോകുന്ന ഒരു എനർജിയാണ്. സോറി, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. നിങ്ങളോട് പറയുന്നത് എന്തോ പിന്നിൽ ഉപേക്ഷിക്കാൻ പറയുന്നത്, റിലേഷൻഷിപ്പ് ആവാം, കരിയറിലാവാം, ജോലി മാറുന്ന കാര്യമായിരിക്കാം. ജോലി വിട്ടു മാറുമ്പോൾ പക്ഷെ എപ്പോഴും ഓർക്കുക, അങ്ങനെ എടുത്തു ചാടി പോകരുത്. നിങ്ങൾ വേറെ ഒന്ന് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും കിട്ടുമ്പോൾ നിങ്ങൾ മാറിപ്പോവുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ബട്ട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക അല്ലേ. സോ ബട്ട് ഇവിടെ ഒരു മൂവിങ് ആണ് എനിക്ക് കാണുന്നത്. എന്തായാലും ഒരു സിറ്റുവേഷൻ വിട്ട് വേറെ മാറിപ്പോകുന്ന തരത്തിൽ എനിക്ക് കാണുന്നുണ്ട്. അതിൻ്റെ ആ പോകുന്നത് നിങ്ങൾക്ക് വളരെ നല്ലത് കൊണ്ടുവരും എന്ന രീതിക്കുമാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനും ഈ ഒരു കൺഫ്യൂഷൻ, ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഈ ഒരു ചീറ്റിംഗ് എനർജി, ഈ ഒരു എന്താ പറയുക, നമ്മളെ ഒരു വേദനിപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് മൂവ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് പീസ് വരും, സമാധാനം വരും, നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആവും. ഓക്കെ, ബട്ട് ഈ ഒരു എനർജിയാണ് ഇവിടെ മെയിൻ എനിക്ക് ഗൈഡൻസ് ഫീൽ ചെയ്ത്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, ബുക്ക് ഓഫ് ആൻസേഴ്സിന് കൂടി നിങ്ങൾക്ക് ഗൈഡൻസ് എടുക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ നോക്കുന്നുള്ളൂ, വേറെ സോറി, നമുക്ക് ഇതിൽ നിന്ന് 2-3 പേജ് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് എടുക്കാം. നോർമൽ നമ്മൾ ഒറാക്കിൾ കാർഡ് യൂസ് ചെയ്യുന്നതിന് പകരം ഇതിലെടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഈ സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. The King of Swords, someone else will have the last word എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും നിങ്ങൾ ഐ തിങ്ക് നമ്മൾ ചില സമയത്ത് തർക്കിക്കാൻ നിന്നിട്ട് അവിടെ ജയിക്കാൻ ശ്രമിച്ചിട്ട് ചില സമയത്ത് കാര്യം ഉണ്ടാവില്ല. നമ്മൾ ചില തർക്കങ്ങളെ നമ്മൾ വിട്ട് കളയണം എന്ന് പറയില്ല. ആക്ച്വലി അതും ആവാം, ആരോടെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അതിനെ വിട്ട് കളയുന്ന കാര്യവും ആവാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് അത് വിട്ട് മാറിപ്പോവുക, ഇനി കൂടുതൽ തർക്കിക്കാൻ നിൽക്കണ്ട എന്ന രീതി കൂടി ആവാം ഇവിടെ അഡ്വൈസ്. കാരണം അവരുടെ ലാസ്റ്റ് വേർഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് തോന്നാം തെറ്റ് അവർ ജയിച്ചു എന്ന്, പക്ഷെ അവർ ജയിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ വിടും. ഓക്കെ, കാരണം ഇവിടെ നിങ്ങൾ തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈഗോ ക്ലാഷസ് വന്നുകൊണ്ടിരിക്കും, നിങ്ങൾ തന്നെ വേദനിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, someone else will have the last word എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, അവർ ജയിച്ചോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തേക്കാം. ഓക്കെ, കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ ഒന്ന് നോക്കിയേക്കാം. The dice have rolled off the table. Let it go. Okay, again let it go. See, let it go എന്നാ പറയുന്നത് ആക്ച്വലി ഡൈസ് വെച്ച് നമ്മൾ റോൾ ചെയ്യുമ്പോൾ ഡൈസ് താഴെ വീണ് പോയി ഇത് വിട്ട് കളഞ്ഞേക്കൂ എന്ന് പറയുന്നത്. അതായത് ഇനി നോക്കണ്ട എന്ന രീതിക്കാണ് എനിക്ക് മനസ്സിലാവുന്നത്. ലെറ്റ് ഗോ ചെയ്യൂ. ഓക്കെ, വിട്ട് കളയൂ, വിട്ട് മാറിപ്പോവൂ, ആ സിറ്റുവേഷൻ്റെ വിട്ട് കളയൂ. ഇനി അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ട, ചോദിക്കേണ്ട, അതിൽ നിന്ന് വിട്ടു മാറാനുള്ള ഒരു അഡ്വൈസാണ് വീണ്ടും വീണ്ടും വരുന്നത്. ലെറ്റ് ഇറ്റ് ഗോ എന്നാണ് പറയുന്നത്. അഗൈൻ ഓക്കെ, അത് വീണുപോയി, അതായത് അത് കളഞ്ഞുപോയി, അല്ലെങ്കിൽ അത് മാറിപ്പോയി, ഇനി അത് വേണ്ട, അല്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കൂ എന്ന രീതിയിലാണ്. ഇവിടെ ഇനി ശ്രമിക്കേണ്ട എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഞാൻ എന്തായാലും ഒരു പേജ് കൂടെ എടുത്തേക്കാം. ബട്ട് ഈ സിറ്റുവേഷൻ ഐ തിങ്ക് നിങ്ങളോട് ലെറ്റ് ഗോ ഒരുപാട് പറയുന്നുണ്ട്, വോക്ക് അവേ ഒരുപാട് വരുന്നുണ്ട് മെസ്സേജ്. ഓക്കെ, മൂവ് ഓൺ എന്ന രീതിയിലാണ് കാണുന്നത്. The Princess of Wands, are you able to resist? ആക്ച്വലി ഇത് നമ്മുടെ പേജ് ഓഫ് വാൻസ് എനർജിയാണ്. പേജ് ഓഫ് വാൻസ് എനർജി എന്ന് പറയുമ്പോഴും നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് വിട്ട് കളയാൻ സാധിക്കുമോ എന്ന രീതിക്കാണ് ചോദിക്കുക. അതായത് നിങ്ങൾക്കിതിനെ ഇവിടെ നമ്മളൊന്നും പറയാതിരിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കൊന്നും പറയാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾക്കിനി ലൈക്ക് സൈലൻ്റ് ആവുക. മെയിനായിട്ട് എനിക്ക് അതാ ഫീൽ ചെയ്യുന്നത്, സൈലൻ്റ് ആവുക.
ഓക്കെ, ഒന്നും പറയാതിരിക്കുക, ആ സിറ്റുവേഷനിൽ മിണ്ടാതെ മോൺ നിങ്ങൾ ചെയ്യാം. ഓക്കെ, യെസ്, നിങ്ങൾ അവിടെ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അവിടെ നിങ്ങളൊക്കെ ശ്രമിച്ചു കാണാം, ബട്ട് അത് വിട്ട് കളയാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് ഇവിടെ ഐ തിങ്ക് ഫീൽ ചെയ്യുക. പറയുന്ന പോലെ ഉണ്ട് എനിക്ക്. ഐ യു ഏബിൾ ടു റെസിസ്റ്റ്? നോക്കട്ടെ ഒന്നുകൂടി. മേ ബി ആ സിറ്റുവേഷനോട് നിങ്ങൾക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവാം, അത് വിട്ട് കളയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇനിയും വീണ്ടും അതിലേക്ക് തിരിച്ചു പോവാതെ നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, tea leaves from the shape of, okay, cast your net wider. See, നിങ്ങളോട് ഇതാ പറയുന്നത്, നിങ്ങളോട് മുന്നോട്ട് ശ്രമിക്കാനാണ് പറയുന്നത്. നെറ്റ് വൈഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ വല വീശില്ലേ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളോട് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഉള്ള സിറ്റുവേഷനിൽ നിങ്ങൾ മുന്നോട്ട് പോകൂ, നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ നല്ലത് വരാനുണ്ട്, നിങ്ങൾ വേറെ പുതിയത് ശ്രമിക്കൂ എന്ന രീതിക്കാണ് പറയുന്നത്. ഓക്കെ, അഗെയിൻ ഇതൊരു മൂവിങ് ഓണിൻ്റെ എനർജിയാണ്. നമ്മുടെ 8 of Cups വാക്കിംഗ് അവേ എന്ന് ഞാൻ പറഞ്ഞു, മൂവിങ് ഓൺ എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളോട് മുന്നോട്ട് ശ്രമിക്കാനാണ് പറയുന്നത്. ഇനി പുറകോട്ട് നോക്കണ്ട, പുറകിലേക്ക് തിരിഞ്ഞു പോവാതെ നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതാണ് ചോദിച്ചത് നേരത്തെ. ഓക്കെ, നിങ്ങൾക്കിനി തിരിച്ച് പോവാതെ നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോടൊരു മെസ്സേജ് പറഞ്ഞു വന്നു, നിങ്ങളെ വീണ്ടും തിരിച്ച് അവർ അതിലേക്ക് വലിക്കാൻ ശ്രമിച്ചു, നിങ്ങൾക്ക് അവിടെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്നത്, മുന്നോട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പലതും ഓപ്ഷൻസ് ഓപ്പൺ ആണ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേറെ അബണ്ടൻസ് വരാനുള്ള പല വഴികളും നിങ്ങൾക്ക് ഓപ്പൺ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി ലാസ്റ്റ് എടുത്തേക്കാം. നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ നല്ലത് വരാനുണ്ട്. സോ അതിന് പക്ഷേ ഈ പുറകിലുള്ളത് ഉപേക്ഷിച്ച് കളയണം. അതാണ് ഇപ്പോൾ ഇവിടെ. വൺ ലാസ്റ്റ്. ഓക്കെ, Ace of Cups, let someone else take the initiative. Yes, okay, finally. ഓക്കെ, എനിക്ക് ഇപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത്, ഇനി നിങ്ങൾ അവിടെ ശ്രമിക്കാതിരിക്കാം. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ച ഇടങ്ങൾ, നിങ്ങൾക്ക് നല്ലതല്ലാത്ത ഇടങ്ങൾ, നിങ്ങളെ മാനിക്കാത്ത ഇടങ്ങൾ, ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോവാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ഓക്കെ അവിടെ അവർ ഇനീഷ്യേറ്റീവ് എടുക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അത് മറ്റേ ഭാഗത്തു നിന്ന് എഫേർട്ട് വരട്ടെ. നിങ്ങൾ ഇനി ശ്രമിക്കരുത്, നിങ്ങൾ പോവൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സ്റ്റോപ്പ് ഫൈറ്റിംഗ്, സ്റ്റോപ്പ് ട്രൈയിങ് എന്നുള്ള അഡ്വൈസ് വീണ്ടും 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 വരുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടാണ് വരുന്നത്. ഇന്നത്തെ അഡ്വൈസ് അങ്ങനെയാണ്. സോ മേ ബി താൽക്കാലികമായിരിക്കാം. ഇതിപ്പോൾ നമ്മൾ ടോട്ടലി വിട്ടു പോകണു എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട. താൽക്കാലികമായിരിക്കാം. ഓക്കെ, നിങ്ങളൊന്ന് മാറി നിന്നാലായിരിക്കും ചിലപ്പോൾ അവിടെ ഒരു മാറ്റം വരാം. ഓക്കെ, നിങ്ങളൊന്നത് വിട്ട് കളഞ്ഞാലായിരിക്കും ചില മാറ്റങ്ങൾ അവിടെ വരാൻ പോകുന്നത്. സോ നിങ്ങളോട് പറയുന്നത്, വേറെ ഇപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് പ്രത്യേകിച്ചും. അത് മാത്രമല്ല എന്ത് കാര്യമായാലും, ഇപ്പോൾ ഫ്രണ്ടിനോട് അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഫൈറ്റ് വന്നോ, കൊളീഗ്സിനോട് എന്തെങ്കിലും ഇതായി, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം, വാട്ട് എവർ, ഫാമിലിയിൽ എവിടെയായാലും ശരി, നിങ്ങളെ സമാധാനിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചു വിളിക്കാൻ ആർക്കെങ്കിലും വേണമെങ്കിൽ അവർ എഫേർട്ട് എടുക്കട്ടെ എന്നാണ് പറയുന്നത്. നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങൾ സൈലൻ്റ് ആവൂ, നിങ്ങൾ തർക്കിക്കാൻ പോകണ്ട. ആരോ ജയിച്ചോട്ടെ, അവർ ജയിച്ചോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾ കറക്റ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, ഫൈൻ എന്ന് പറഞ്ഞ് വിട്ട് കളയും. ഓക്കെ, സോ ഇവിടെ മറ്റുള്ളവർ ഇനീഷ്യേറ്റീവ് എടുക്കട്ടെ. അവർക്ക് വേണമെങ്കിൽ, അവർക്ക് നിങ്ങളെ വേണമെങ്കിൽ അവർ ഇനീഷ്യേറ്റീവ് എടുക്കട്ടെ. ഓക്കെ, അവരായിട്ട് നിങ്ങളെ തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ അവർ ശ്രമിക്കട്ടെ. ഓക്കെ, അതിനുള്ളൊരു അവസരം കൊടുക്കും. നിങ്ങൾ മാറി നിൽക്കും. അതാണ് ഇപ്പോൾ ഇന്നത്തെ മെയിൻ അഡ്വൈസ് എന്ന് വന്നത്. ഞാനത് ഐ എം ടേക്കിങ് ഇറ്റ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് റീഡിങ് സജസ്റ്റ് ചെയ്ത ആൾക്ക് ഞാൻ ആ സിറ്റുവേഷൻ എനിക്ക് അറിയില്ല. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്കിത് മാച്ച് ആവുമെന്ന് എനിക്കറിയില്ല. സോ എനിവേ, എന്തായാലും ഒരു അഡ്വൈസ് കിട്ടിയത്. ഇത് എല്ലാവർക്കും മാച്ച് ആവുമെന്നും അറിയില്ല അന്നത്തെ ദിവസം. ഓക്കെ, ബട്ട് മേ ബി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ചിലപ്പോൾ നിങ്ങൾ കൊണ്ടുവരാനുണ്ടാവാം. അതിനെയായിരിക്കാം ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.